ഇത് വാക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ ജീവനോടെ ഇരിക്കുമെന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങളൊക്കെ എനിക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യും. അടുത്ത വർഷം ദൈവം അനുഗ്രഹിക്കുമെന്നുണ്ടെങ്കിൽ ഞാനിതൊരു എന്നാണ് മലരിക്കലാക്കും. ഞാൻ ഒരു സാധനവും വേസ്റ്റ് ഇല്ല. അതാണ് നമ്മുടെ ഹൈലൈറ്റ്. പറഞ്ഞാൽ ഈ നെറ്റ്വർക്ക് എന്നുള്ള സംഭവമില്ല, നെറ്റ്വർക്കുള്ള സംഭവം ശരിക്കും താമരയാണ്. എന്റെ അനുഭവത്തിൽ നിന്നുണ്ടായത് ഈ നെറ്റ്വർക്ക് ഏറ്റവും കൂടുതൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് താമരയിൽ നിന്നാണ്. പിന്നെ എൻ്റെ പേര് പൊന്നപ്പൻ എന്നാണ്. അപ്പോൾ എൻ്റെ അനിയൻ പിന്നെ പേര് ഭാഗ്യരാജ് എന്നാണ്, അദ്ദേഹത്തെ വിളിക്കുന്നത് ഉണ്ണി എന്നാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഫ്ലവർ സ്റ്റോഴ്സ് നടത്തുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഫ്ലവർ സ്റ്റോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഈ താമരയുടെ ഓർഡർ ഒരുപാടുണ്ടാകും. അങ്ങനെ താമരയുടെ ഓർഡർ വന്നു കഴിഞ്ഞപ്പോൾ അത് മുഴുവൻ അദ്ദേഹം എടുത്തുകൊണ്ടിരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. തമിഴ്നാട്ടിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്ന താമരക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, തമിഴ്നാട്ടിൽ വരുന്ന ഈ താമരകൾക്ക് ഇതിൻ്റെ തണ്ടിന് ബലം കുറവായിരിക്കും. തണ്ടിന് വളരെ ബലം കുറവായിരിക്കും. അത് കാരണം അവിടെ നിന്ന് വരുന്ന താമര ഒരു തണ്ടോട് കൂടി എവിടെയെങ്കിലും ഒന്ന് വെക്കണമെന്ന് വിചാരിച്ചെന്നാൽ നമ്മുടെ കേരളത്തിൽ വന്നാൽ നടക്കുകയില്ല. കഴിഞ്ഞ വർഷം തന്നെ തീരുമാനം എടുത്താണ്, പക്ഷേ കഴിഞ്ഞ വർഷം നടന്നില്ല. ഈ വർഷം ഞങ്ങൾ നടക്കുകയും ഞങ്ങൾ ഇതിനകത്തുനിന്ന് കുറച്ച് താമര ചെടികൾ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് പിടിപ്പിച്ച് അത് ഒരു 2 മാസം, അതായത് ഒരു 60 ദിവസം കഴിഞ്ഞപ്പോൾ ശരാശരി അത് പൊങ്ങി 1.25 മീറ്റർ വെള്ളത്തിൽ അതിൻ്റെ പൊങ്ങി അതിൻ്റെ ഇല കണ്ടു. പിന്നെ അത് വളർന്ന് അത് നല്ലോണം പന്തലിച്ച് അതിൻ്റെ വേരോടി വീണ്ടും അത് ഇങ്ങനെ വളർന്ന് വന്ന് ഒരു 2 മാസം കഴിഞ്ഞ് 3-ാമത്തെ മാസത്തോടുകൂടിയാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ പൂവായിട്ട് മാറിയത്. ആ പൂവാണ് ഇപ്പോൾ ഈ കാണുന്നതെല്ലാം. കുളമ്പതിരി ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പൂവാണ് കാണുന്നത്. ഈ കാണുന്ന വലിയ താമരകളെല്ലാം ഈ സഹസ്രദള പത്മങ്ങൾ എന്ന് പറയുന്ന വകുപ്പിൽപ്പെടുന്നതാണ്. ഇതെല്ലാം സഹസ്രദളം എന്ന് പറഞ്ഞാൽ 1000 ദളങ്ങളൊന്നും 1000 ദളങ്ങളൊന്നുമില്ല, പോയിട്ട് 100 പോലും ഇല്ല.